ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ലഹരി മരുന്നുമായ ഒരാളെ പിടിച്ച കാര്യമാണ് കേട്ടോ. ഈ ലഹരി മരുന്ന് പിടിക്കുന്നതും അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിൽ കേൾക്കുന്നതാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ നമുക്ക് ഇയാൾക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് തോന്നിപ്പോയി. അതിനൊരു കാരണമുണ്ട് കേട്ടോ. സന്നദ്ധ സംഘടനകൾ 80 ലക്ഷം മോചനദ്രവ്യം നൽകി നാട്ടിലെത്തിച്ച യുവാവാണ് ലഹരി മരുന്നുമായി പിടിയിലായിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തിയ കരിക്കോട്ടക്കരി വിളയാങ്കോട് സ്വദേശി ടി ഫസലുദ്ദീനാണ് പിടിയിലായത്. സൗദിയിൽ ജോലി ചെയ്യവേ മംഗളൂരു സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു. രാഹുൽ കെ വി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, 10 വർഷത്തോളം സൗദിയിൽ ജയിലിൽ കഴിഞ്ഞു. 80 ലക്ഷം രൂപ ആളുകൾ അവരാൽ കഴിയുന്ന തരത്തിൽ 80 ലക്ഷം ശേഖരിച്ച് മോചനദ്രവ്യമായി നൽകി അയാളെ തിരികെ കൊണ്ടുവന്നപ്പോൾ അയാൾ കാണിച്ച പണി ഇതാണല്ലേ രാഹുൽ? സന്നദ്ധ സംഘടനകളുടെയും ഒരുപാട് മനുഷ്യരുടെയും വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായാണ് ഫസലുദ്ദീനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് അയാൾ സ്വീകരിച്ച മാർഗം, ജീവിതമാർഗം എന്നത് ഇങ്ങനെ ലഹരി വിൽപ്പനയാണ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഇതിന് പിറകിൽ കഠിനാധ്വാനം ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇയാളെ ഇറക്കേണ്ടിയിരുന്നില്ല എന്നൊരു പക്ഷെ തോന്നിപ്പോകുന്നു എന്നാണ് അവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. 2006 സൗദി അറേബ്യയിൽ വെച്ച് ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മംഗളൂരു സ്വദേശിയുടെ കൊലപാതകത്തിൽ ഇയാൾ അറസ്റ്റിലാകുന്നത്. പിന്നീട് 10 വർഷം ജയിലിലായിരുന്നു. 80 ലക്ഷം രൂപ മോചനദ്രവ്യമായി നൽകിയതിന് ശേഷമാണ് ജയിലിൽ നിന്ന് ഇറങ്ങുകയും അവിടെ നിന്ന് നാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തത്. പിന്നീട് ഇങ്ങനെ ഈ രീതിയിലേക്കാണ് ജീവിതമാർഗമായി തിരഞ്ഞെടുത്തതെന്നതാണ്. 2023 ബംഗളൂരുവിൽ ഒരു സുഹൃത്തിൻ്റെ ചായക്കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിൽ അറസ്റ്റിലായിട്ട് 3 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. പിന്നീടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇരിട്ടിയിലേക്ക് വരുന്നത്. ഇരിട്ടി ടൗണിൽ തന്നെ ഒരു തട്ടുകട നടത്തി വരികയായിരുന്നു. ഇതിൻ്റെ മറവിലാണ് മെത്താഫിറ്റമിൻ വിൽപ്പന നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശദമായി തന്നെ അന്വേഷിക്കുന്നു. കൂടുതൽ ആളുകളെ ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് ഇരിട്ടി പോലീസ് പറയുകയും ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ മാസം ജൂൺ മാസം അവസാനത്തോടുകൂടി ഈ കേസിലൊരു പ്രതിയെ മെത്താഫിറ്റമിനുമായി ഇരിട്ടി പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ കൂടുതലായി ചോദ്യം ചെയ്ത സമയത്താണ് ഫസലുദ്ദീനാണ് ഇതിന് പിന്നിൽ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക്, കണ്ണൂരിലേക്ക് പ്രധാനമായും ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതിലെ പ്രധാനി എന്ന പോലീസിന് വിവരം ലഭിച്ചത്. അതിനുശേഷം ഏതായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നു എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ സന്നദ്ധ സംഘടനയും ഒരുപാട് മനുഷ്യരെയൊക്കെ സംബന്ധിച്ചേറെ ദുഃഖമുണ്ടാക്കുന്നൊരു രീതിയാണ് പിന്നീട് ഈ ഫസലുദ്ദീൻ സ്വീകരിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇരിട്ടി പോലീസ്, നമ്മൾ മുൻപ് ഇരിട്ടി പോലീസിനെ സംബന്ധിച്ചൊരു വാർത്ത നൽകിയിരുന്നതാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വാർത്തയാണ്. അവരുടെ അന്വേഷണത്തിലാണ് ഏതായാലും പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നു എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. ശരി രാഹുൽ, എന്തായാലും രാഹുൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. ഈ സന്നദ്ധ സംഘടനകൾ 80 ലക്ഷം എന്ന് പറയുന്ന വലിയൊരു തുക തന്നെയാണല്ലേ. അത് അവർ ശേഖരിച്ച് അതൊരു മോചനദ്രവ്യമായി നൽകി ഇയാളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇയാൾ കാണിച്ചൊരു പണിയാണിത്. സൗദിയിൽ നടന്ന ഒരു കൊലപാതകം, അത് ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും 10 വർഷം അയാൾ ജയിലിൽ കിടന്നു. അതിനുശേഷം ഈ സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് 80 ലക്ഷം രൂപ കൊടുത്ത് ഇയാളെ പുറത്തിറക്കി. ഇയാൾക്ക് നല്ലൊരു ജീവിതം ഇവിടെ ജീവിക്കാമായിരുന്നു. പക്ഷെ അയാൾ വീണ്ടും തെറ്റിലേക്ക് തന്നെ പോവുകയായിരുന്നു. ശരിക്കും ഈ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേട്ടപ്പോൾ നമുക്കും കഷ്ടം തന്നെ എന്ന് തോന്നുന്ന ഒരു കാര്യം അല്ലേ?